صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിന്റെ ആദ്യ 10 നമ്മോട് വിട പറഞ്ഞു. രണ്ടാമത്തെ 10 നാം യാത്ര ചെയ്യുകയാണ്. റമളാനിന്റെ തുടക്കത്തിൽ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ആവേശവും ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും സൽക്കർമ്മങ്ങളിലുമൊക്കെയുള്ള നിഷ്കളങ്കതയും ഭക്തിയുമൊക്കെ നമ്മിലുണ്ടോ എന്ന് ആവർത്തിച്ച് നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട സമയമാണ് റമളാനിന്റെ ഓരോ നിമിഷങ്ങളും. അല്ലെങ്കിൽ റമളാൻ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവുകയും കേവലം ഒരു വ്രതവും നമസ്കാരവുമായി റമളാൻ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടാകും. പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനും നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാനും വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനുമൊക്കെ സമയം കണ്ടെത്തേണ്ട ഒരു മാസമാണ് റമളാൻ. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമെന്നത് ഈ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിൽ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിച്ച മാസമാണ് ലൈലത്തുൽ ഖദ്റിന്റെ ആ രാത്രി എന്നത്. അവിടെ നിന്നാണ് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വഹയ്യായിക്കൊണ്ട് 23 വർഷം കൊണ്ട് ഈ ഖുർആനിന്റെ അവതരണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ റമളാനിന് എന്താണ് റമളാനിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം എന്നതാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ട് തന്നെ ഖുർആനുമായി നല്ല ബന്ധം പുലർത്താൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാനിലാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. പിന്നീട് ഖുർആൻ പറയുന്നത് ആ ഖുർആൻ എന്താണ് എന്നതിനെ കുറിച്ചാണ്. എന്താണ് ഖുർആൻ? ആ ഖുർആൻ എന്നത് ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് സന്മാർഗമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വിശദീകരണമാണ്.
സന്മാർഗത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യർക്ക് നൽകുന്ന ഗ്രന്ഥമാണ്. വൽ ഫുർഖാൻ, സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും ഒക്കെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണ് റമളാനിനെ കുറിച്ച്, റമളാനിലാണ് ഖുർആൻ അവതരിച്ചത് എന്നത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. മറ്റൊരായത്തിലൂടെ ഖുർആൻ പറയുന്നത് കിതാബുൻ, ഈ ഖുർആൻ എന്ന ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, താങ്കളിലേക്ക് പ്രവാചകരെ നാം അവതരിപ്പിച്ചത്, മുബാറക്കുൻ, അനുഗ്രഹീതമായിട്ടാണ്, ലിയദ്ദബ്ബറു ആയാതിഹി, ആ ഖുർആനിലെ ആയത്തുകൾ ഉറ്റാലോചിക്കാൻ വേണ്ടി, വലിയതദക്കറ ഉലുൽ അൽബാബ്, ആ ഖുർആൻ എന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തയുള്ള ആളുകൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു. ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരണം നൽകുകയാണ്. അപ്പൊ ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, റബ്ബ് പറയുന്നത്, ഖുർആൻ എന്നത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമാണ് എന്നതാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന, ജീവിതത്തിൽ നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്മാർഗത്തിൽ നിന്നുള്ള ഒരു വിശദീകരണമാണ് ഖുർആൻ എന്ന് ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യർക്ക് ഉറ്റാലോചിക്കാനുള്ള, ബുദ്ധിയുള്ള ആളുകൾക്ക് ധാരാളം ചിന്തിക്കാൻ വകയുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ആ ഖുർആനിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഖുർആൻ എന്നത് കേവലം വായിച്ചു തീർക്കേണ്ട ഒരു ഗ്രന്ഥമാണോ? അതിന്റെ അറബി ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ചു തീർക്കേണ്ട ഒരു ഗ്രന്ഥമാണോ? ആ വായിച്ചു തീർക്കുന്നതിനും പുണ്യമുണ്ട്. അലിഫിന് പുണ്യമുണ്ട്, ലാമിന് പുണ്യമുണ്ട്, മീമിന് പുണ്യമുണ്ട്. അതിലെ ഓരോ ആയത്തിനും പുണ്യമുണ്ട്. ആ ഖുർആൻ കേൾക്കുന്നതിന് പുണ്യമുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പുണ്യമുണ്ട്. അത് പ്രയാസപ്പെട്ട് ഓതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന് ഓതുന്നതിന്റെയും ഓതുന്ന സമയത്തുള്ള ആ പ്രയാസത്തിന്റെയും പേരിൽ. അപ്പോൾ ഖുർആൻ എന്ന ഗ്രന്ഥം ഓതിക്കഴിഞ്ഞാൽ നമുക്ക് പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ ഖുർആൻ എന്ന ഗ്രന്ഥം എന്തിനുള്ളതാണ്? ഖുർആൻ എന്ന ഗ്രന്ഥം മനുഷ്യന്റെ സന്മാർഗത്തിനുള്ളതാണ്. മനുഷ്യന്റെ സന്മാർഗത്തിനുള്ള ഒരു ഗ്രന്ഥം. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണം? നമ്മൾ ഖുർആൻ എങ്ങനെയാണ് വായിക്കേണ്ടത്? നമ്മൾ ആലോചിച്ചു. സത്യവും അസത്യവും ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഖുർആൻ നമ്മൾ അതിന്റെ ആശയവും അർത്ഥവും വിശദീകരണവും അറിഞ്ഞു വായിക്കണ്ടേ? എങ്കിലല്ലേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഖുർആനിന്റെ പരിഭാഷ വായിച്ച് ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ചരിത്രം നമുക്കറിയാം. അത് ആധുനികരും പൗരാണികരുമായ ആളുകൾ, അവരൊക്കെ ഖുർആൻ വായിച്ചതാണ്. അതിൽ അധികം ആളുകളും ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടിയാണ് ഖുർആൻ വായിച്ചത്. നമ്മളൊരു വിഷയത്തെ വിമർശിക്കണമെങ്കിൽ അതിൽ എന്താണ് ഉൾക്കൊണ്ടത് എന്നത് നമുക്കൊരു ധാരണ വേണം. അതിനുവേണ്ടി വായിച്ചതാണ്. കാറ്റ് സ്റ്റീവൻസ് യൂസുഫുൽ ഇസ്ലാമിന് യൂറോപ്പിൽ നടന്ന ഒരു ഇസ്ലാമിക് എക്സിബിഷനിൽ നിന്ന് കാറ്റ് സ്റ്റീവൻസിന്റെ ജേട്ടൻ ഒരു പിറന്നാൾ സമ്മാനമായി ഒരു പുസ്തകം സമ്മാനിച്ചതാണ് ഖുർആൻ. ഒരു പുസ്തകം, അത് ഇത്രയും കാലം വാങ്ങാത്ത ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ആ എക്സിബിഷനിലെ ഒരു ഹാളിൽ അവിടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു ഗ്രന്ഥം വാങ്ങി. അത് തന്റെ അനിയന്റെ ബർത്ത്ഡേയുടെ അന്ന് ഗിഫ്റ്റായി കൊടുത്തു. അദ്ദേഹം അത് ഖുർആനാണ് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം ഖുർആൻ വായിക്കുന്നു. ആ ഖുർആനിലെ ജോസഫിന്റെ ചരിത്രം എന്നെ വല്ലാതെ ആകർഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ബൈബിളിൽ ജോസഫിന്റെ ചരിത്രമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇസ്ലാം എന്ന മതത്തെ ഞാൻ കേട്ടത്, ആളുകൾ പറഞ്ഞത്, സമൂഹത്തിൽ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നത് ഇത് വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും മതമാണ് എന്നതാണ്. എന്നാൽ ജോസഫിന്റെ ചരിത്രം വായിച്ചപ്പോൾ അതിൽ ഖുർആൻ പറയുന്നത് തന്നെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സഹോദരങ്ങൾ,
ആ സഹോദരങ്ങളുടെ നാട്ടിൽ ക്ഷാമം നേരിട്ടപ്പോൾ യൂസുഫിന്റെ മുന്നിലേക്ക് എത്തിയ സഹോദരങ്ങൾ, ആ യൂസുഫിന് എന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഈ സഹോദരങ്ങൾ എന്ന് തിരിച്ചറിയുകയും ആ സഹോദരങ്ങൾക്ക് ഇത് യൂസുഫാണ് എന്ന് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. തന്റെ പിതാവിനെ ഇങ്ങോട്ടൊന്ന് എത്തിക്കാൻ അതിന് സഹോദരനെ ഇവിടെ പിടിച്ചു വെക്കണം. അതിനെന്ത് ചെയ്യണം? അതിന് സഹോദരന്റെ സഞ്ചിയിൽ അളവ് പാത്രം ഇടണം. എന്നിട്ട് ആരാണിത് കളവ് നടത്തിയത് എന്ന് അന്വേഷിക്കണം. അദ്ദേഹം തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം അവരുടെ ചരക്കിന്റെ ആ സഞ്ചിയിൽ ആ അളവ് പാത്രം ഇട്ടു. അദ്ദേഹം തന്നെ അത് സഹോദരന്റെ സഞ്ചിയിൽ നിന്ന് കണ്ടെടുത്തു. അത് കണ്ടെടുത്ത സമയത്ത് സഹോദരങ്ങൾ പറയുന്നത് ഇവൻ മാത്രമല്ല, ഇവനൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അവനും കള്ളനായിരുന്നു എന്നതാണ് പറയുന്നത്. അത് ഖുർആനിലെ ഒരു ആയത്താണ്. ഇവൻ മാത്രമല്ല, ഇവനൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആരാണ് ആ സഹോദരൻ? ചെറുപ്പത്തിൽ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ യൂസുഫ്. ഇവരുടെ മുന്നിൽ സഹായ ഹസ്തവുമായി നിൽക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമയാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഒരനിയനോടുള്ള പകമാറാത്ത സഹോദരങ്ങളോട് അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത് ഖുർആനിലുണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല, യാതൊരു വിദ്വേഷവുമില്ല. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവനാണ് പുറത്തു തരുന്നവൻ എന്നാണ്. ആ ആയത്താണ്. ഇസ്ലാം എന്നത് വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും മതമല്ല. അത് അണമുറിയാത്ത വിട്ടുവീഴ്ചയുടെ മതമാണ്, ക്ഷമയുടെ മതമാണ്, വിട്ടുകൊടുക്കലിന്റെ മതമാണ് എന്ന് പറഞ്ഞ് കാറ്റ് സ്റ്റീവൻസ് യൂസുഫുൽ ഇസ്ലാമായി മാറുകയാണ്. ഞാൻ ഈ ചരിത്രം സൂചിപ്പിച്ചത് ഇങ്ങനെ ആയിരക്കണക്കിന് ചരിത്രങ്ങളുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പ്രചോദനമായത്? അദ്ദേഹത്തിന് പ്രചോദനമായത് ഖുർആനിലെ ഒരായത്താണ്. ഈ ആയത്തുകൾ നമുക്ക് പ്രചോദനമാകുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനെന്തു വേണം? നമ്മൾ ഖുർആനിന്റെ അർത്ഥം വായിക്കണം. നമ്മൾ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നു ചെല്ലണം. നമ്മൾ ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിന്റെ ഒരു ബ്രീഫ് മെസ്സേജ് എങ്കിലും ഒരു മുസ്ലിമിന്റെ അടുത്ത് വേണം. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ പ്രസിദ്ധനായ ഒരു നെഫ്രോളജി സർജൻ ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുറിപ്പ് ലഭിച്ചു. ആ കുറിപ്പ് ആളുകൾ വായിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്കിപ്പോൾ പഴയതുപോലെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്നില്ല, എന്റെ കൈകൾ വിറക്കുകയാണ്, അതുകൊണ്ട് പഴയതുപോലെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന്. ലോകത്ത്, ഇന്ത്യയിലല്ല, ലോകത്ത് നെഫ്രോളജി വിഭാഗത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ എത്രയോ അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വന്ന ഒരു പതറൽ, ഒരു തകർച്ച, ജീവിതം അവസാനിപ്പിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. തലവേദന സഹിക്കുന്നില്ല. മറ്റൊരു സഹോദരിയുടെ വാർത്ത 4 ദിവസങ്ങൾക്ക് മുൻപ് കണ്ടു. തലവേദന സഹിക്കുന്നില്ല, ആത്മഹത്യ ചെയ്തു. ഭർത്താവിൽ നിന്ന് നിരന്തരമായി മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു. മക്കളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഖുർആൻ നമുക്ക് സന്മാർഗമാകുന്നത്? എവിടെയാണ് ഖുർആൻ നമുക്ക് വെളിച്ചമാകുന്നത്? പതറുന്ന ചില സമയങ്ങൾ ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും. പതറിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ. ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന് മനസ്സിലേക്ക് പൈശാചികമായ ചിന്തകൾ വരുമ്പോ, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആനിലെ ഒരായത്ത്. മനുഷ്യരെ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, ഭയം കൊണ്ട് പരീക്ഷിക്കും, പേടി കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, കുടുംബത്തിന്റെ തകർച്ച കൊണ്ട് പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. ക്ഷമ കൈക്കൊണ്ടാലോ, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അങ്ങനെ ഒരു മുസീബത്ത് നിങ്ങൾ കേട്ടാൽ, ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇതല്ല ഞങ്ങളുടെ ജീവിതം, ഇതല്ല ഞങ്ങളുടെ ലോകം, ഞങ്ങൾ ആരിൽ നിന്നാണോ വന്നത് അവങ്കിലേക്കാണ് ഞങ്ങളുടെ മടക്കമെന്ന് അവർ പറയും. ഉലൈക അലൈഹിം സ്വലവാത്തും മിൻ റബ്ബിഹിം വറഹ്മ, അവരുടെ മേലാണ് അല്ലാഹുവിന്റെ കാരുണ്യമുള്ളത്, സമാധാനമുള്ളത്. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. ഇത് ഖുർആൻ ഉൾക്കൊണ്ട ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ.
ഖുർആൻ മനസ്സിലാക്കിയ ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഖുർആനിന്റെ ആശയം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുടുംബത്തിലെ 5 പേരെ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തുകയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? പലിശയുമായിട്ടുള്ള ഇടപാടാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉമ്മയും തമ്മിൽ ഒരു പലിശ ഇടപാടുണ്ടായിരുന്നു. സാമ്പത്തികമായി വലിയ പരാധീനകൾ അതിന്റെ മേൽ വന്നു. മറ്റൊന്നോ, ഈ കൊലപാതകം നടത്തുമ്പോ ഈ ചെറുപ്പക്കാരൻ ലഹരിയിലാണ്. മറ്റൊന്നോ, ഈ ചെറുപ്പക്കാരന് വിവാഹത്തിന് മുൻപ് ഒരു പ്രണയം. മൂന്നും നമ്മളൊന്ന് ആലോചിച്ചു. എവിടെയാണ് ഖുർആൻ വഴിയാകേണ്ടത്? എവിടെയാണ് വെളിച്ചമാകേണ്ടത്? നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോകുകയാണ്. പലിശ എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിയെയും നഷ്ടപ്പെടുത്തും. അതാണ് യംഹഖു എന്ന് പറഞ്ഞാൽ. വയുർബി സ്വദഖാത്ത്, കച്ചവടമോ അത് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കും. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം, അല്ലാഹു നിഷേധിയെയും കുറ്റവാളിയെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഈ ആയത്ത് ഇങ്ങനെ ഓതി പോകുമ്പോ നമുക്ക് ഖുർആനിൽ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചുള്ള ധാരണ നമുക്ക് വേണ്ടേ? ലഹരിയെ കുറിച്ച്, മദ്യത്തെ കുറിച്ചുള്ള ആയത്തുകൾ ഓതുമ്പോൾ നാം അതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളാകേണ്ടേ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും സന്മാർഗമാണ് എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതിനെന്ത് വേണം? അതിന് ഖുർആനിനെ നാം അറിയണം, ഖുർആനെ നാം പഠിക്കണം. ഖുർആനിന്റെ അർത്ഥമേ നിങ്ങൾ വായിക്കരുത്. വേണ്ടി വന്നാൽ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പഠിക്കാമെന്ന് പൗരോഹിത്യം സമൂഹത്തെ പഠിപ്പിച്ചത് കൊണ്ടാണ് വലിയ ഒരു വിഭാഗം ആളുകൾ ഖുർആൻ ഇന്നും മനസ്സിലാക്കാൻ മടിച്ചു നിൽക്കുന്നത്. അതെന്താ? ഖുർആൻ ഒരു പൊതുസമൂഹം പഠിച്ചാൽ എന്താ സംഭവിക്കുക? ആളുകൾ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടും. ആളുകൾ വിശ്വാസ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സഹോദരി അവരുടെ ഭർത്താവിനെ കഷായത്തിൽ വിഷം കലക്കി അവർ കൊലപ്പെടുത്തി. നമ്മൾ വായിച്ചു, അതിന്റെ വിധി പ്രസ്താവനയൊക്കെ വന്നു. ആ വിഷയത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടത്തി. അതിന്റെ കാരണത്തിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താ? ഒരു ജ്യോത്സ്യൻ ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്ന്. അപ്പൊ ഇയാളാണ് കൊലപ്പെടുത്തി. എന്നിട്ട് വേറൊരാളെ കണ്ടുവച്ചു, അയാളെ കൂടെ സുഖമായിട്ട് ജീവിക്കാം. അവിടെ ആ സ്ത്രീയെ, ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു. അവരുടെ അമ്മാവനെ അറസ്റ്റ് ചെയ്യുന്നു. ഈ ജ്യോത്സ്യനെയോ എന്തിന്റെ പേരിലാ? അന്ധവിശ്വാസത്തിന്റെ പേരിൽ. എന്റെ കുടുംബത്തിൽ ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം അയൽവാസിയായ മുടി നീട്ടിയ സ്ത്രീയാണ് എന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നു. അദ്ദേഹത്തോടൊരു കൂടോത്രക്കാരൻ അത് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ അദ്ദേഹം എത്ര ആളുകളെയാണ് കൊലപ്പെടുത്തിയത്? അപ്പോൾ എവിടെയാണ് മനുഷ്യനുള്ള സന്മാർഗത്തിന്റെ ബോധനം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം? അത് ഖുർആനാണ്. ആ ഖുർആനിൽ എല്ലാം ഉണ്ട്. ആ ഖുർആനിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും അവൻ സ്വീകരിക്കേണ്ട, അവൻ സമീപനം പുലർത്തേണ്ട വളരെ കൃത്യമായ കാര്യങ്ങൾ ആ ഖുർആനിലുണ്ട്. ആ ഖുർആൻ മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ വിശ്വാസ ചൂഷണത്തിൽ അകപ്പെടില്ല, ഒരിക്കലും അകപ്പെടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ റമളാനിലെ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഏറ്റവും വലിയ വിശ്വാസ ചൂഷണമാണ് ഇനി റമളാൻ 17 വരാനിരിക്കുന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏറ്റവും വലിയ ചൂഷണം എന്തിന്റെ പേരിലാ? ബദർ എന്ന യുദ്ധത്തിന്റെ പേരിൽ. ബദർ യുദ്ധം എന്നത് ഒരു സാമ്പത്തിക ഉപരോധമാണ്. യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക ഉപരോധം. എന്താണ് ആ സാമ്പത്തിക ഉപരോധം? മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബത്തിനും ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ശത്രുക്കൾ ഉണ്ടാക്കി. ജീവിക്കാൻ കഴിയുന്നില്ല ആദർശം ഉൾക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോടും സഹാബത്തിനോടും മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി പറയുന്നു. അവർ പോയി. എങ്ങനെയാ പോയത്? അവരുടെ സമ്പത്ത് മുഴുവൻ ശത്രുക്കൾ പിടിച്ചു വെച്ചു. അവരുടെ വിയർപ്പൊഴി ഒഴുക്കി ഉണ്ടാക്കിയ എല്ലാ ഭൗതികമായ സംവിധാനങ്ങളും ഇവിടെ പിടിച്ചു വെച്ച് അവരൊറ്റക്കാണ് പോകുന്നത്. അവരുടെ സ്ഥലം ഇവിടെയാണ്, അവരുടെ സമ്പത്ത് ഇവിടെയാണ്, അവരുടെ സൗകര്യങ്ങൾ ഇവിടെയാണ്, അവരുടെ ഭൗതികമായ അധ്വാനങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ടാണ് അവർ മദീനയിലേക്ക് പോകുന്നത്. ഒന്നും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല, ഒന്നും കൊണ്ടുപോയില്ല. അങ്ങനെ മദീനയിൽ സ്വസ്ഥമായി ജീവിക്കുന്നു. അപ്പോഴാണ് ഈ മക്കയിൽ
സഹാബത്തിന്റെ പ്രവാചകന്റെ സമ്പത്ത് അടിച്ചു മാറ്റിയവർ ആ സമ്പത്ത് വീണ്ടും ഈ സമ്പത്ത് വെച്ചുകൊണ്ട് വീണ്ടും കച്ചവടം നടത്താൻ അവർ തയ്യാറാവുകയാണ്. അവരുടെ സമ്പത്തിന്, അവരുടെ കച്ചവടത്തിനുള്ള മൂലധനം എന്താ? അത് സഹാബത്തിന്റെ വിയർപ്പാണ്. എന്തിനാണ് ആ സമ്പത്ത് വീണ്ടും വർദ്ധിപ്പിക്കുന്നത്? സിറിയയിലേക്ക് അതുകൊണ്ട് കച്ചവടത്തിന് വേണ്ടി പോകുന്നു. എന്നിട്ട് അവർ അത് വീണ്ടും വർദ്ധിപ്പിക്കുന്നു. എന്തിന്? മദീനയിൽ മുസ്ലിങ്ങളെ തകർക്കാൻ. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, നമ്മുടെ സമ്പത്ത് കൊണ്ട് വീണ്ടും ഇവർ ലാഭമുണ്ടാക്കുന്നു, അതുകൊണ്ട് ആ കച്ചവട സംഘത്തെ ഉപരോധിക്കണം. യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തികമായ ഉപരോധമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ ഏർപ്പെടുത്തുന്നത്. അബൂ സുഫിയാനും സംഘവും വേറെ ഒരു സ്ഥലത്തു കൂടെ രക്ഷപ്പെട്ടു. അവസാനം ബദർ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആ യുദ്ധം നടക്കുകയാണ്. അവസാനം അതൊരു യുദ്ധമായി മാറി. യുദ്ധം എന്ന് പറയുമ്പോ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്, ലോകത്ത് നടന്നിട്ടുണ്ട്. ഇസ്ലാമിക സംഘടനകളിൽ ജീവിക്കാനുള്ള ഒരു ആദർശ സംരക്ഷണത്തിനു വേണ്ടി നടന്നതിൽ ആകെ 1000-1500 താഴെയുള്ള ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ബദർ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അറിയേണ്ട, റമളാൻ 17 വരുമ്പോ നമ്മുടെ സഹോദരങ്ങളിൽ ചില ആളുകൾ തെറ്റിദ്ധാരണ മൂലം ചെയ്യുന്ന ചില കാര്യങ്ങളിലെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. റമളാൻ 17 വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ബദർ യുദ്ധം നടക്കുമ്പോ കഅബയുടെ മുശ്രിക്കീങ്ങളായ ആളുകൾ കഅബയുടെ ആ ചുമരിൽ പിടിച്ചുകൊണ്ട് നടത്തുന്ന വഖാലു ഒരു പ്രാർത്ഥനയും, അബൂജഹൽ അടക്കമുള്ള ആളുകൾ അവര് കഅബയുടെ ആ ചുമരിൽ പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ, അല്ലാഹുവേ. ആരാ പ്രാർത്ഥിക്കുന്നത്? അബൂജഹൽ, അബൂലഹബ്, ഉത്ബത്ത്, ശൈബത്ത്, വലീദ്. അവരുടെ പ്രാർത്ഥന അല്ലാഹുവേ, അല്ലാഹുമ്മ, അല്ലാഹുവേ. ഉൻസുർ അലൽ ജുന്ദൈൻ, അല്ലാഹുവേ ഈ ഉൻസുർ അലൽ ജുന്ദൈൻ, ഈ രണ്ട് സൈന്യങ്ങളിൽ, ഒന്ന് മുഹമ്മദിന്റെ സൈന്യം, മറ്റൊന്ന് ഞങ്ങളുടെ സൈന്യം. ഈ സൈന്യത്തിൽ ഉന്നതരായ ഔന്നത്യമുള്ള സൈന്യത്തെ നീ വിജയിപ്പിക്കണം അല്ലാഹുവേ. ഈ രണ്ട് വിഭാഗങ്ങളിൽ ആരാണോ നിന്റെ അടുത്ത് മാന്യന്മാർ, അവരെ നീ വിജയിപ്പിക്കണം അല്ലാഹുവേ. ഇതിലെ രണ്ട് വിഭാഗങ്ങളെ, രണ്ട് ഗോത്രങ്ങളെ, ഈ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണോ നിന്റെ അടുത്ത്, അവരെ നീ വിജയിപ്പിക്കണം അല്ലാഹുവേ എന്നതാണ് ശത്രുക്കളുടെ പ്രാർത്ഥന. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവിനോടാ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് നേരം പ്രവാചകന്റെ തോളത്തിട്ടിരുന്ന ആ പുതപ്പ് താഴേക്ക് വീണു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ ഇനി മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് ആരോടാ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസ്വാബ, അല്ലാഹുവേ ഈ ചെറു സംഘത്തെ നീ എങ്ങാനും നശിപ്പിച്ചു കഴിഞ്ഞാൽ, മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിൽപ്പെട്ട ഈ ചെറു സംഘത്തെ നീ നശിപ്പിക്കപ്പെട്ടാൽ, ഫലാ തുഅബദ് ഫിൽ അർളി അബദ, അല്ലാഹുവേ ഈ ഭൂമിയിൽ നിന്നെ വിളിച്ചാരാധിക്കാൻ, നിന്നോട് പ്രാർത്ഥിക്കാൻ ഇനി വേറെ ആരും ഉണ്ടാകുകയില്ല റബ്ബേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അബൂജഹലും അബൂലഹബും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോടാണ്. പിന്നെ എന്തിനാണ് ബദർ നടക്കുന്നത്? എന്തായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുചരന്മാരോടും ശത്രുക്കൾക്കുള്ള വിരോധം എന്തായിരുന്നു? വിദ്വേഷം എന്തായിരുന്നു? പകയെന്തായിരുന്നു? അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നതായിരുന്നില്ല പക. കാരണം ഇവരും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിനോടായിരുന്നു. പക്ഷേ പ്രവാചകരോടും സഹാബത്തിനും ഇവരോടുള്ള പക അള്ളാഹുവിനോട് മാത്രം എന്ന് നിങ്ങൾ പറയരുത് എന്നാണ്. അള്ളാഹുവിനോട് മാത്രം എന്ന് പറയരുത്. ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ട്, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അവരോടൊക്കെ ഞങ്ങൾ സഹായം തേടും, ഞങ്ങൾ ഇടയാളന്മാരാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ അവരൊക്കെ ഞങ്ങളുടെ ശുപാർശകന്മാരാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിന്റെ പേരിലാണ് യുദ്ധം നടന്നത്. അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരു ആദർശത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് സഹായം തേടി ഇസ്തിഗാസ നടത്തി. ആയിരക്കണക്കിന് മലക്കുകൾ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സൈന്യത്തെ വിജയിപ്പിച്ചു. ശേഷം
ഖുർആന ആയത്തിന് ശേഷം പറയുന്നത് വമാ ജഅലല്ലാഹു ഇല്ലാ ബുശ്റാ പ്രവാചകരെ, ഈ മലക്കുകളെ ഇറക്കുന്നു എന്ന സന്തോഷ വാർത്ത, അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം, അതൊക്കെ ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മലക്കുകളെ ഇറക്കി സഹായിച്ചത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം എന്നത് ആരിൽ നിന്നുള്ളതാണ്? അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു പ്രതാപശാലിയാണ്, അല്ലാഹു യുക്തിമാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് ബദർ യുദ്ധം നടക്കുന്നത്, ബദറിലെ സംഘട്ടനം നടക്കുന്നത് ഏകനായ സഖാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ, സഹായം ചോദിക്കാൻ പാടുള്ളൂ, നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന ആദർശത്തിനു വേണ്ടിയാണ് അവർ പോരാടിയത്. 70 കുതിരയും 2 ഒട്ടകവുമാണ് അവരുടെ യാത്രയിൽ ഉണ്ടായിരുന്നത്. മാറി മാറിയാണ് അവർ ആ ബദറിലേക്ക് പോയത്. നിങ്ങൾ ആലോചിച്ചു, കഷ്ടപ്പെട്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പൂർണ്ണമായി ഒരു വാഹനപ്പുറത്തല്ല അവിടെ എത്തിയത്, പലപ്പോഴും നടന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ എന്തിനാണ് ബദർ നടന്നത് എന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ബദറിന്റെ പേരിൽ ബദർ 17 എത്തിയാൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ബദരീങ്ങളുടെ പേരിൽ നേർച്ച അള്ളാഹുവിന്റെ പേരിലാണ് നടത്തേണ്ടത്. ബദരീങ്ങളോടുള്ള സഹായതേട്ടം നിങ്ങൾ ആലോചിച്ചു. ബദർ മൗലിദൊക്കെ എടുത്ത് നമ്മൾ വായിച്ചാൽ യഥാർത്ഥത്തിൽ സങ്കടം വരും. എല്ലാ കാര്യത്തിനും ദാഹം, വിശപ്പോ, കൊടുമ, തളർച്ചയോ, തടിയിൽ മരീവോ, ജിൻ ശൈത്വാനോ ചതിയാലോ, ദേഹം വലഞ്ഞോർ ഈ പേരിനെ ചൊല്ലിയാൽ തീരും മുനമേ ശിഫയാക്കുമെന്നോ പറഞ്ഞാണ്. ദാഹം, വിശപ്പ്, തളർച്ച, എന്തെങ്കിലും അസുഖങ്ങൾ എന്തു വന്നാലും ദേഹം വലഞ്ഞാൽ ഈ പേരിനെ ചൊല്ലിയാൽ മതി, ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ മതി, തീരും മുനമേ ശിഫയാക്കുമെന്നോവർ. ബദരീങ്ങളെ എന്ന് വിളിച്ച് കഴിയുന്നതിന്റെ മുൻപ് തന്നെ അതിന് ശിഫ നൽകുമെന്നാണ്. നമുക്കറിയല്ലോ, ഒരിക്കലും ഇത് ഖുർആനിലെ ഒരായത്തല്ലല്ലോ, ഇത് ആളുകൾ എഴുതിയുണ്ടാക്കിയതല്ലേ. ബദരീങ്ങൾ പേരീനെ ഓതുന്ന ലോകർക്ക് ബദനിൽ ബാകൾ ആണവില്ല എന്നോവർ. ബദരീങ്ങളുടെ പേര് വിളിച്ചാൽ ശരീരത്തിൽ സാംക്രമിക രോഗം പകരൂലാന, പകർച്ചവ്യാധി ഇല്ലാ മുതലും വലഞ്ഞവൻ ഓതുകിൽ എന്നും നിഅമത്തിലാകും അതെന്നോവർ. അല്ലൽ മികന്തേ കടത്തിൽ അകപ്പെട്ടോൻ അസ്മാ ഉരഞ്ഞാൽ കടമ്പൂടുമെന്നോവർ. എല്ലാ മുറാദും ഈ നാമത്തിൽ തേടുകിൻ ഇറയവൻ വീട്ടിക്കൊടുക്കും അതെന്നോവർ. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ബദരീങ്ങളെ വിളിച്ച് തേടിക്കൊള്ളിൻ. ഇത് പൗരോഹിത്യം സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ആളുകൾ അല്ലാന്ന് വിളിക്കേണ്ടോടുത്ത്, പടച്ചോനേന്ന് വിളിക്കേണ്ടോടുത്ത് അവരുടെ നാവിൽ അറിയാതെ വരികയാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, എന്തിന്? രോഗത്തിന്. ബദറിൽ പങ്കെടുത്ത കുറെ സ്വഹാബിമാർ അവർ പകർച്ചവ്യാധി രോഗം വന്നിട്ടാണ് മരണപ്പെട്ടത്. ബദരീങ്ങൾ ശ്രേഷ്ഠരാണ്. ഇന്നഹു ബദരിയുൻ, അവർ ബദരീങ്ങളാണ്, അവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പല സന്ദർഭങ്ങളിലും അവരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ, ജീവിതത്തിൽ ചില തെറ്റുകൾ വന്ന സമയത്ത് പ്രവാചകൻ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ശ്രേഷ്ഠരാണ്. അതുകൊണ്ടാണ് നമ്മൾ സഹാബിമാരുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെടട്ടെ, ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതിനപ്പുറത്ത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിലേക്ക് സഹായം തേടേണ്ടത്, ഇതൊക്കെ ബദരീങ്ങളുടെ പേരിലായാൽ അത് വലിയ തിന്മയാണ്, അത് ശിർക്കാണ്, അത് ബഹുദൈവ വിശ്വാസത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. ഖുർആൻ പറയുന്നത് ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ നിങ്ങൾ അഹങ്കാരം കാണിച്ചാൽ അത് നരകത്തിലേക്കുള്ള പാതയാണ് എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബദറിന്റെ ദിനം വരുമ്പോ അത് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ബദരീങ്ങളോടുള്ള സഹായതേട്ടവും അവർക്ക് വേണ്ടിയുള്ള നേർച്ചയും അതിനു വേണ്ടിയുള്ള ഭക്ഷണവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധം വേണം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമ്മൾ പഠിച്ചാൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അധാർമികതകളിൽ നിന്ന് ഒരു സമൂഹത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.